ഇങ്ങനെ എന്താണ് ഹെറിറ്റേജ് ഒക്കെ വെച്ചിട്ട് തുടങ്ങാൻ. അപ്പം എന്താണ് ഇപ്പം ഇപ്പം ഹെറിറ്റേജ് നമ്മളിങ്ങനെ ഹിസ്റ്ററി കേൾക്കലുണ്ട്, മോനുമെന്റ്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കേൾക്കലുണ്ട്. ഇതിൽ ഹെറിറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മളെന്താ ഇതാക്കണ്ടേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചോദ്യമാണ്. നമ്മളിപ്പോൾ തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് നമ്മൾ ചായ കുടിച്ചത്. അപ്പോൾ ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഹെറിറ്റേജ് ആവാം, അതിലൊഴിച്ച ചായയും ഹെറിറ്റേജ് ആവാം. അപ്പോൾ അതാണ് നമ്മളെ ഹെറിറ്റേജിൻ്റെ ഒരു പ്രത്യേകത. 3 തരത്തിലുള്ള ഹെറിറ്റേജുകളാണ്. ഒന്ന് പ്രകൃതിയാലുള്ള ഹെറിറ്റേജ്, പൈതൃകങ്ങൾ, നാച്ചുറൽ ആയിട്ടുള്ള പൈതൃകങ്ങൾ. ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടുന്ന് വളരെ അടുത്തുള്ളതാണ് നമ്മുടെ വെസ്റ്റേൺ ഘട്ട് അല്ലേ. വളരെ വെസ്റ്റേൺ ഘട്ടിനോട് ചേർന്നിട്ട് നമ്മൾ പിരിക്കും. വെസ്റ്റേൺ ഘട്ട് ഒരു നാച്ചുറൽ ഹെറിറ്റേജിൽ പെടുത്താവുന്ന ഒരു എലമെൻ്റാണ്. ഇനി നമ്മൾ നാച്ചുറൽ അല്ലാത്ത ഹെറിറ്റേജിലേക്ക്, നമുക്ക് ചായൻ്റെ കോപ്പയിലേക്ക് വന്നു കഴിഞ്ഞാൽ, മനുഷ്യൻ ഉണ്ടാക്കുന്ന ടച്ച് ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്റ്റീവായിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള മരങ്ങൾ കൊണ്ടോ ഇരുമ്പ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കല്ലുകൊണ്ടോ ഒക്കെ നാച്ചുറലായിട്ടൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പിന്നെ വസ്തുക്കൾ, അത് വലിയ കോട്ടകളാവാം, പള്ളികളാവാം, അമ്പലങ്ങളാവാം, ഇതൊക്കെയും തന്നെ ടാഞ്ചിബിൾ ഹെറിറ്റേജുകൾ എന്നാണ്. അപ്പോൾ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന ചായയുടെ കോപ്പ, അതൊരു 100 വർഷം പഴയ കോപ്പയാണെങ്കിൽ അത് ടാഞ്ചിബിൾ ഹെറിറ്റേജ് ലിസ്റ്റിൽ പെടുത്താവുന്ന ഹെറിറ്റേജാണ്. അതേസമയം മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ. അതിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത, അത് ഒരു ഫിസിക്കലായിട്ട് ഒരു എൻറ്റിറ്റി എന്നുള്ളതായിട്ട് നിലനിൽക്കുന്നതല്ല, മറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മുടെ പൂർവികരായ മനുഷ്യർ അവർ അവരുടെ ജീവിത വ്യവഹാരത്തിൽ ഉപയോഗിച്ചിരുന്ന ഐഡിയകൾ, മെഷർമെൻറ്റ് മെത്തേഡുകൾ, അല്ലെങ്കിൽ സംഗീതം, അല്ലെങ്കിൽ പെർഫോമൻസ് ആർട്ടുകൾ, അല്ലെങ്കിൽ ക്രാഫ്റ്റിങ്സ് ഐഡിയാസ്, ഈവൻ രുചികൾ, റെസിപ്പി, അതാണ് നമ്മൾ ചായയിലേക്ക് തന്നെ കൊണ്ടുവരാം. ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളെ പൂർവികരുണ്ടാക്കിയ ഒരു ഐഡിയ ഉപയോഗിച്ചാണ് നമ്മൾ ഇന്നും ചായ വെക്കുന്നതെങ്കിൽ, കാരണം ചായ തന്നെ നമുക്കറിയാലോ, ചായ വളരെ പ്രാചീനമായ കാലഘട്ടത്തിൽ മനുഷ്യൻ ആരംഭിച്ച ഒരു ഹാബിറ്റാണ്. പിന്നീട് എനിക്കൊന്ന് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മളെ കോളനിയാക്കി വെച്ചിരിക്കുന്ന സമയത്താണ് അത് ഇന്ത്യൻ അല്ലെങ്കിൽ നമ്മുടെ സമൂഹങ്ങളിൽ അത് ഭയങ്കര ഒരു ഹാബിറ്റായിട്ട് മാറുന്നത്. ഇന്ന് നമുക്ക് ചായ എന്ന് പറയുന്നത് ഒരു മസ്റ്റാണ്, അല്ലെങ്കിൽ ലോകത്തന്നെ ഏറ്റവും കൂടുതൽ ആണ്. നമ്മളെ മാത്രമല്ല, ഇന്ന് പല നാടുകളിലും അത് ഒരു ഹാബിറ്റാണ്. അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ വിറ്റഴിക്കപ്പെടുന്ന ഒരു ആദ്യത്തെ ഡ്രിങ്ക് എന്ന് പറയപ്പെടുന്നതിലൊന്ന് ചായയാണ്. അപ്പോൾ ആ റെസിപ്പി പഴയതാണെങ്കിൽ അതും എന്താണ്, ഒരു ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ആണ്. അപ്പോൾ ഒരേ സമയം മനുഷ്യൻ്റെ കൈയെഴുത്തൽ കൊണ്ടുകൊണ്ട് രൂപപ്പെട്ടത് നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഹെറിറ്റേജായി മാറും. അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ 100 വർഷം കഴിഞ്ഞാൽ തന്നെ അതൊരു ഹെറിറ്റേജ് എലമെൻ്റായി മാറും. അതേപോലെ മനുഷ്യൻ്റെ ഐഡിയകൾ കൊണ്ട് മനുഷ്യൻ ഡെവലപ്പ് ചെയ്തെടുത്ത റെസിപ്പികൾ, അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഈ പറഞ്ഞ പോലെ സംഗീതം പോലുള്ള എലമെൻറ്റുകൾ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജായി മാറും. കൾച്ചറൽ എലമെൻറ്റുകൾ തലമുറകളാൽ ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതിലാണ് രുചിഭേദങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ സിറ്റി ഹെറിറ്റേജിനെ സംബന്ധിച്ചിടത്തോളം, സിറ്റി ഹെറിറ്റേജ് ഒരു ആളുകളിലേക്ക് കൂടുതലും അറിയപ്പെടുന്നതും അല്ലെങ്കിൽ അതിനൊരു ഐഡൻറ്റിറ്റി മേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തതും ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള നമ്മളെ മാപ്പിള കളിനറിയെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനും അത്തരത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാനും പഴയ ട്രഡീഷണൽ രീതികളിലുള്ള ഭക്ഷണങ്ങളും അതുപോലെ തന്നെ കുടിക്കാനായാലും രണ്ടും, കുടിക്കാനും തിന്നാനും ഒരുപാട് അവസരമാണ്. അപ്പോൾ നമ്മുടെ ഒരു പാഷൻ അതിൽ ഫോക്കസ്ഡ് ആണ് എന്ന് വിചാരിച്ച് മറ്റുള്ളത് ചെയ്യുന്നില്ല എന്നല്ല, മറ്റുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ മാപ്പിള ഹെറിറ്റേജ് കൾണറി കുറച്ചും കൂടി നമുക്ക് ഒരു എഡ്ജ് തന്നൊരു പ്രൊഡക്റ്റാണ്, നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഹെറിറ്റേജിൻ്റെ പറഞ്ഞു, അപ്പോൾ ഇതിലേക്ക് എങ്ങനെ ഇറങ്ങുന്നത്? ഫസ്റ്റ് നിങ്ങൾ എൻജിനീയറിങ് ഒക്കെ പറഞ്ഞിരുന്നു, അപ്പോൾ ഇതിലേക്ക് ഇറങ്ങുന്നത് എങ്ങനെയാണ്? ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എഞ്ചിനീയറിങ് കമ്പനിയിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡൽഹിയിലായിരുന്നു. അതിനു മുമ്പും ഡൽഹിയിൽ തന്നെയാണ് നമ്മൾ തുടങ്ങിയത്, കരിയർ തുടങ്ങുന്നത്, അല്ലെങ്കിൽ അതിന് മുമ്പ് അവിടെ ട്രെയിനിങ്, ഇൻറ്റേൺഷിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഡൽഹിയാണ് യഥാർത്ഥത്തിൽ ഒരു ഐഡിയ എന്നുള്ള നിലക്ക് സ്വാധീനിക്കുന്നൊരു ഘടകം. ഡൽഹിൻ്റെ ഒരു പ്രത്യേകത അറിയാലോ, ഡൽഹിയിൽ ഒരു തെരുവിലേക്ക് പോയി കഴിഞ്ഞാൽ ആ തെരുവിലുള്ള വലിയ പ്രൊഫൈലുള്ള ആളുകളും ആ തെരുവിലെ ഒരു സാധാരണക്കാരനും ആ തെരുവിൻ്റെ കഥ, ആ തെരുവിൻ്റെ ഒരു സ്റ്റോറി, അല്ലെങ്കിൽ ആ തെരുവിൽ നടന്ന ഇവൻറ്റുകളെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ
ഡൽഹിയിൽ താമസിച്ചത് കൊണ്ട് അങ്ങനെ ഒരുപാട് സ്വാധീനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ തുടക്കം. ഈ മേഖലയിലേക്ക് വരുന്നതിൻ്റെ ഒരു തുടക്കം ഡൽഹിയാണ് എന്നാണ് പറയാൻ പറ്റും. 2 കഥകൾ എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യങ്ങൾ. ഒന്ന്, നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സീനിയർ ആയിട്ടുള്ള പത്രപ്രവർത്തകനാണ് വെങ്കടേഷ് രാമകൃഷ്ണൻ സാർ. വെങ്കടേഷ് രാമകൃഷ്ണൻ സാറ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ നിരന്തരമായി എഴുതി പത്രപ്രവർത്തകനായി വർക്ക് ചെയ്യുകയും ഇന്ത്യയിലെ മലയാള പത്രങ്ങളിൽ കോളമിസ്റ്റായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട് ഒരുപാട് കാലം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ നമ്മുടെ ഡൽഹിയിലെ കശ്മീരി ഗേറ്റുമായി ബന്ധപ്പെട്ട് നടന്ന, അല്ലെങ്കിൽ ഡൽഹി ഗേറ്റുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് നടന്ന സ്റ്റോറികളുടെ ഒരു ഇത് വായിക്കാൻ ഇടവന്നിരുന്നു. അപ്പോൾ ഡൽഹിയിൽ താമസിക്കുന്ന സമയത്താണ് ഇത് വായിക്കുന്നത്. 2009 അല്ലെങ്കിൽ 2010 മറ്റാണ് ഈ ആർട്ടിക്കിൾ, 15 വർഷം മുമ്പാണ് അത് വായിക്കുന്നത്. അപ്പോൾ ഇതൊരു ഉദാഹരണമാണ്, ഒരു കഥ പെട്ടെന്ന് ഓർക്കുകയാണ്. അപ്പോൾ അതിൽ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഡൽഹിയിലെ ചേരി പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ഈ കശ്മീരി ഗേറ്റ്, ഡൽഹി ഗേറ്റ് പോലുള്ള ആ പ്രദേശങ്ങൾ, തുർക്കുമാൻ ഗേറ്റ്, അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത ഭാഗം തുർക്കുമാൻ ഗേറ്റാണ്. ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തൊരു ഭാഗമാണ് തുർക്കുമാൻ ഗേറ്റിൽ. ഒരു വലിയ ചേരി ഒഴിപ്പിക്കുന്ന ഒരു കഥയൊക്കെ അദ്ദേഹം എനിക്ക് തോന്നുന്നു ആ ഒരു പത്രപ്രവർത്തകൻ എന്നതിനേക്കാൾ ഉപരി അതിൻ്റെ കുറേ സ്റ്റോറി എലമെൻറ്റുകൾ അദ്ദേഹം അതിൽ കൊണ്ടുവരുന്നുണ്ട്. ഇത് ഭയങ്കരമായിട്ട് ആ തുർക്കുമാൻ ഗേറ്റിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ കശ്മീരി ഗേറ്റിലേക്ക് പോകുമ്പോൾ, ഡൽഹി ഗേറ്റിലേക്ക് പോകുമ്പോഴൊക്കെ ഇത്തരം കഥകളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, തികട്ടി വരികയും. അപ്പോൾ ഇതിനെ ഇലാബറേറ്റ് ചെയ്യാൻ ഒരാളില്ലായിരുന്നെങ്കിൽ, ഒരു സ്റ്റോറി ടെല്ലർ ഇല്ലായിരുന്നെങ്കിൽ, ഇപ്പോൾ അവിടെ നമുക്ക് വർക്കൗട്ട് ചെയ്തത് വെങ്കടേഷ് സാറിൻ്റെ ഒരു ആർട്ടിക്കിളാണെങ്കിൽ, പിന്നീട് നമ്മളവിടെ പോകുന്നത് ഡൽഹിയിലെ തന്നെ ഏറ്റവും സുപ്രസിദ്ധനായ സ്റ്റോറി ടെല്ലർ സുഹൈൽ ഹാഷ്മി സാറിൻ്റെ കൂടെയാണ്. അപ്പോൾ സുഹൈൽ ഹാഷ്മി സാറിൻ്റെ കൂടെ പോകുമ്പോൾ അതിന് വീണ്ടും ഒരു അഡ്വാൻറ്റേജ് വരികയാണ്. കാരണം സുഹൈൽ ഹാഷ്മി സാറിൻ്റെ നരേറ്റീവ് സ്റ്റൈല് വെങ്കടേഷ് സാറിൽ നിന്ന് ഡിഫറെൻ്റാണ്. കാരണം അദ്ദേഹം ഒരു ഹിസ്റ്റോറിയനായിരുന്നു, JNU ഉണ്ടായിരുന്ന ഒരു സ്റ്റോറി പ്രൊഫസറായി റിട്ടയറായി. അപ്പോൾ ഇദ്ദേഹം ഇതിനെ പറയുന്ന ഒരു രീതിയും ഇദ്ദേഹം നമുക്ക് സന്നിവേശിപ്പിക്കുന്ന ഒരു കഥയും ആദ്യം പറഞ്ഞ ഒരു ജേർണലിസ്റ്റിക് അപ്രോച്ചിൽ നിന്ന് ഡിഫറെൻ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സ്വാധീനങ്ങൾ, അത് ഒരു പത്രപ്രവർത്തനം തന്നെ ഓർമ്മിച്ചെടുത്തു കഴിഞ്ഞാൽ സവാദ് റഹ്മാൻ, മാധ്യമത്തിലുണ്ടായിരുന്ന സവാദ് റഹ്മാൻ, അദ്ദേഹമാണ് ഡൽഹിയിലെ ഇജ്റോങ് കി ഖാൻഖ എന്ന് പറയുന്നൊരു തെരുവുണ്ട് മെഹ്റോളിയുടെ അടുത്ത്. ഇജ്റോങ് കി ഖാൻഖ, അതവിടെ ഈ ഇജഡകളായുള്ള മനുഷ്യന്മാർ നൂറ്റാണ്ടുകളായി പോകുന്ന ഒരു മക്ബറ, ആ മക്ബറയുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന അവരുടെ ജീവിതങ്ങൾ. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ പൊതുവെ മലയാളി ജീവിതങ്ങളിലൊക്കെ അകറ്റി നിർത്തപ്പെടുന്ന മൂന്നാം ലിംഗം എന്നൊക്കെ നമ്മൾ പറയുന്ന അവരെ പരിഗണിച്ച, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിഗണിച്ച അല്ലെങ്കിൽ പരിഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മക്ബറയെക്കുറിച്ച്, അല്ലെങ്കിൽ മക്ബറയുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു ഇജ്റോങ് കി ഖാൻഖ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അതിൻ്റെ ഒരു കഥ, എനിക്ക് ആ ടൈറ്റിൽ കൃത്യമായിട്ട് ഇപ്പോൾ ഓർക്കാൻ പറ്റുന്നില്ല, എന്നാലും പൂക്കാമരങ്ങൾക്കും വെള്ളമൊഴിക്കുന്ന അങ്ങനെ എന്തോ ആണ് അതിൻ്റെ ഒരു ഹെഡിങ് മലയാളത്തിൽ. ഇത് വായിച്ചിട്ട് നമ്മൾ രണ്ടാമത് അവിടെ പോകുമ്പോൾ അതിന് ഭയങ്കര ഒരു ഇൻസൈറ്റ്സ് ഉണ്ട്. നമ്മളത് വായിക്കാതായി പോയിട്ടുണ്ട്, പക്ഷേ ഈ വായിച്ചതിന് ശേഷം വീണ്ടും പോവാണ്. അതും നടക്കുന്നത് ഈ 2010-11 ആ കാലഘട്ടത്തിൽ തന്നെയാണ്. കൃത്യമായിട്ട് ഡേറ്റൊന്നും ഓർക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഡൽഹിയിലെ അനുഭവങ്ങളാണ് ഓരോ പ്രദേശത്തിനും ആ പ്രദേശത്തിന് മെയിൻ സ്ട്രീമിന് പറയാനല്ലാത്ത ഒരുപാട് ഹെറിറ്റേജ് എലമെൻറ്റുകൾ ഉണ്ടെന്നും, അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ നാട് ഏതോ അർത്ഥത്തിൽ ഭയങ്കര സാധ്യതയുള്ളൊരു നാടാണെന്ന് മനസ്സിലാവും.